വല്ലാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നു അത്. ഗില്ലാപ്പീസിനെ ശാരീരികമായിട്ടും ഞങ്ങളെ മാനസികമായിട്ടും തളർത്തിയ വല്ലാത്തൊരു ഡേയ്സ്. പക്ഷേ ഇതിലും സ്ട്രഗിൾ ചെയ്തിട്ടാണ് അവർ ഈ ലൈഫ് നേടിയെടുത്തത്. അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് നേർച്ചയും ചെയ്തിട്ടുണ്ടായി. ഗില്ലാപ്പീസിന് ഒരു 6 മാസമായപ്പോൾ അവിടെ പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. കുറച്ച് ലോങ് ആയിരുന്നു, അതുകൊണ്ടാണോ എന്നറിയില്ല. അമ്പുടുവിൻ്റെ ജലദോഷം കുറച്ച് വഷളായി. ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോൾ അവർ പറഞ്ഞു ന്യൂമോണിയയുടെ ആരംഭമാണ്, മെഡിക്കൽ കോളേജിൽ പോയി വേഗം അഡ്മിറ്റ് ആവണമെന്ന്. എക്സ്റേ എടുത്ത് നോക്കിയപ്പോഴും നന്നായിട്ട് നീർക്കെട്ടുണ്ട്. മെഡിക്കൽ കോളേജ് ഇവിടുന്ന് കുറച്ച് ദൂരമായതുകൊണ്ട് തന്നെ അടുത്തുള്ളൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. കാരണം അമ്പുടുവിന് മാത്രമാണ് അസുഖം ഉണ്ടായുള്ളൂ. അച്ചുടും ഒക്കെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ അച്ചുടും എൻ്റെ ഉമ്മ അടുത്തായിരുന്നു. അന്നാണെങ്കിൽ സോളിഡ്സും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. സ്കൂട്ടറിൽ 5-6 പ്രാവശ്യം പോയിട്ട് ബ്രസ്റ്റ് ഫീഡ് ചെയ്തിട്ട് വരും. പോരാത്തത് ഉമ്മ ഫോർമുലയും കലക്കി കൊടുത്ത് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുമായിരുന്നു. അപ്പോഴാണ് അച്ചുടുവിനും ചുമ സ്റ്റാർട്ട് ചെയ്തത്. വെറുതെ ഡോക്ടറെ കൺസൾട്ട് ചെയ്യാന്ന് വെച്ച് സെയിം ഹോസ്പിറ്റലിലേക്ക് തന്നെ വന്നതാണ്. ഡോക്ടർ പറഞ്ഞു ഇവളെ അഡ്മിറ്റ് ആക്കണമെന്ന്. അങ്ങനെ അമ്പുടു ഡിസ്ചാർജ് ആവണതിൻ്റെ തലേന്ന് അച്ചുടും അഡ്മിറ്റ് ആയിട്ടുണ്ട്. അങ്ങനെ ഒരാൾക്ക് തൊട്ടിയൊക്കെ കെട്ടി അവിടെ സെറ്റായി.